അപ്പോൾ നമ്മളെ അച്ചൻകോവിലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടുവേദന, നടുവേദന, കൈകളഴുപ്പ്, നമ്മുടെ ജഗതി പറയുന്ന കണക്ക് നാഡിവേദന, സന്ധിവേദന എല്ലാം മാറുന്ന ഒരു മരുന്നുണ്ട്. ദേ ഞാൻ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. ഇവിടെ നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവം കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ തെങ്കാശിയിലെ കൊണ്ടുവച്ച് കിലോ കണക്കിന് വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോകണ്ട ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇതാണ് ആട്ടുകാൽ കുളമ്പ്. ഇത് കണ്ടോ, ഇത് നമ്മളെ അവിടെ പന്നലെന്ന് പറയുന്നൊരു സാധനമാണ്. കണ്ടോ, ഈ സാധനമാണ് നമ്മുടെ പച്ചമരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇത് ആട്ടിൻ്റെ കാലിൻ്റെ രോമം കണക്കിരിക്കും. ഇതിന് മുമ്പ് ഞാൻ കാണിക്കണോ, നമ്മുടെ ആടെങ്ങനെ ഇരിക്കുന്ന കാലിൻ്റെ രോമം. ഈ സാധനം നമ്മൾ സൂപ്പ് വെച്ച് കഴിക്കും. അതായത് കുരുമുളകും ജാതിയും അതുപോലെ തന്നെ ഗ്രാമ്പും എല്ലാം ഇട്ടത് ഇങ്ങനെ ഒടിച്ചങ്ങോട്ട് കണ്ടോ, ഈ കാണുന്ന സാധനമാണ്. നല്ല മാംസമായ സാധനം ഇതിനകത്തുണ്ട്. ഒരു ചെറിയ സ്മെല്ല് മാത്രമേ ഉള്ളൂ, വലിയ മണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ആട്ടുകാൽ കുളമ്പെന്ന് പറയുന്ന സാധനം നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പ് വെച്ച് കഴിച്ചാൽ മുട്ടുവേദന, ഷുഗർ, നടുവേദന, അതുപോലെ കൈകാൽ കഴപ്പ്, ക്ഷീണിച്ച ശരീരം നന്നാവും എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, ഇതിന് ഔഷധ ഗുണമുള്ള സാധനമാണ്. എന്തായാലും ഈ ആട്ടുകാൽ കുളമ്പ് നിങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ട് പാറക്കെട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വിപണന സാധ്യത അറിയുന്നത്. ഇത് ഒരുപാട് സ്ഥലത്ത് നമ്മുടെ മരങ്ങൾ, ഉണങ്ങി നിൽക്കുന്ന മരങ്ങളിൽ, പാറക്കെട്ടുകളിൽ, എണ്ണപ്പന തോട്ടത്തിൽ പന മൊത്തം ഇതാണ്. അപ്പോൾ ആട്ടുകാൽ കുളമ്പ് ഔഷധമാക്കി മാറ്റിയത് തമിഴന്മാരാണ് കേട്ടോ. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അറിയില്ല. എന്തൊക്കെയാലും ഈ ആട്ടുകാൽ കുളമ്പ് ഒരു ഔഷധമാണ്. നമ്മളിത് സൂപ്പ് വെക്കാനായിട്ട് നമ്മൾ ഇച്ചിരി പറിച്ച് കൊണ്ടുപോകണം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. അപ്പോൾ ആട്ടുകാൽ കുളമ്പ് തീർച്ചയായും നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. പഴയ വൈദ്യന്മാരും പാരമ്പര്യ വൈദ്യന്മാരും ആദിവാസികളൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത സമയത്താണ് ഇത് വലുതായിട്ട് വീണ്ടും പ്രചാരത്തിലെത്തിയത്. അപ്പോൾ കിലോ 200 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുന്ന സാധനം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നാട്ടിലും പാറയെടുക്കുകളിലും കുറ്റിക്കാടുകളിലൊക്കെ ഉണ്ട്. ഓക്കെ.